രാധേ രാധേ കൃഷ്ണ. ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ആ സർജറിയുടെ കാര്യം പറഞ്ഞാണ് വെച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജൂൺ 2-ാം തീയതി ഒരു ഉച്ച തൊട്ട് അങ്ങനെ ഒന്നും നമുക്ക് എന്താ പറയുക, എല്ലാം കംപ്ലീറ്റ്ലി മെസ്സേജൊക്കെ വന്ന് തീർന്നു, ഒന്നുമില്ല. ഒരു ജൂൺ ഒരു പകുതി ആയപ്പോൾ, 2-ാം തീയതി പകുതി ആയപ്പോൾ തൊട്ട്. അപ്പോൾ ഞാൻ പറയുന്നു ജൂൺ 5-ാം തീയതിക്കുള്ളിൽ ഞാൻ ഇതെല്ലാം റീ ഓർഡറിലാക്കിയിട്ട് 5-ാം തീയതി വീഡിയോസൊക്കെ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാം എന്നല്ലേ ഭഗവാനെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഉത്തരം ഇല്ല. അപ്പോൾ എനിക്കറിയാമായിരുന്നു അവിടെ എന്തോ ഒരു മുടക്കമുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനൊരു സർജറി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ജൂൺ 3-ാം തീയതി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോവുകയും അവരിങ്ങനെ പറയുന്നു ഗോൾ ബ്ലാഡർ എന്ന് വെച്ചാൽ പിത്തസഞ്ചിയിൽ കല്ലുകളുടെ എണ്ണം കൂടി, അത് കുറച്ച് കണ്ടീഷൻ വേഴ്സാണ്, അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് പറയുന്നു. 4-ാം തീയതി രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നു, വൈകുന്നേരം സർജറി ചെയ്യുവാണ്. അപ്പോൾ അന്ന് സാധാരണഗതിയിൽ എനിക്കൊരു അസുഖമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിഞ്ഞാൽ എനിക്കുള്ളിൽ ഭയങ്കര ഭയവും ഭയങ്കര ടെൻഷനൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം സർജറിക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ പോലെയല്ല, അതിങ്ങനെ അധികം നമ്മളെ ബൈസ്റ്റാൻഡേഴ്സിലൊന്നും നിർത്തത്തൊന്നുമില്ല. വിസിറ്റേഴ്സ് ഉണ്ട്, അല്ല ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും നിർത്തത്തില്ല. അപ്പോൾ ഞാൻ വിസിറ്റിംഗ് അവേഴ്സിൽ പോലും വരണ്ട എന്നുള്ള രീതിയിൽ ഇവർ പറയാം, വേണ്ട ഞാൻ അവിടെ ഒരു 5-4 ദിവസം ഞാൻ സമാധാനത്തോടെ ഉറങ്ങാൻ പോവുക എന്നുള്ള രീതിയിൽ, റെസ്റ്റ് എടുക്കാൻ പോവുക, ആരും വരണ്ട എന്ന് ഞാനിങ്ങനെ ഇങ്ങനെ പറയുക. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സർജറി സമയത്തും അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഡീപ്പ് സ്ലീപ്പിലൊക്കെ ആയിരിക്കും ദൈവിക അനുഭവങ്ങൾ, പ്രസൻസ് അറിയാൻ പറ്റുമെന്ന് എവിടെയോ കേട്ട വെച്ച് എൻ്റെ ഉള്ളിൽ ഒരു ഇതൊരു പ്രതീക്ഷ, ചിലപ്പോൾ എന്നെയും ഡീപ്പ് സ്ലീപ്പിലൊക്കെ ഭഗവാൻ കാണാൻ വരുമായിരിക്കും എന്നുള്ള കേൾക്കുന്നവർക്കൊരു ഭ്രാന്തായിട്ട് തോന്നും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം തന്നെ രാധാറാണിയെ ഞാൻ അങ്ങനെ ശല്യപ്പെടുത്താൻ പോകാറില്ല. രാധാമ്മയെ ഞാൻ പ്രാർത്ഥിക്കും, അല്ലാതെ ഞാൻ ആവശ്യങ്ങൾ അധികം അമ്മയോട് ഞാൻ പറയാറില്ല. പക്ഷെ ഈ ഭഗവാനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പെട്ടെന്ന് ദേവി സാധിച്ചു തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഭഗവാനോട് പറയുന്നതിനേക്കാൾ കൂടുതലും. ആകെ ഞാൻ 2-3 കാര്യം അത്രയും അത്യാവശ്യമാണ്, വേറൊരു നിവൃത്തിയില്ല എന്ന് തോന്നിയ ഒരു കാര്യം, 2-3 കാര്യം മാത്രമേ ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടും 2-3 ദിവസമൊക്കെ പറഞ്ഞിട്ടും ഭഗവാൻ അത് ഇങ്ങനെ ഒന്നും ചെയ്തു തരാതെ മൈൻഡ് ചെയ്യാതെ ഇരുന്നപ്പം ഞാൻ രാധാറാണി പ്ലീസ് എന്ന് പറഞ്ഞ് ചെയ്ത കാര്യം നിമിഷങ്ങൾക്കുള്ളിലാണ് അതെനിക്ക് സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ രാധാറാണിയെ അങ്ങനെ ശല്യപ്പെടുത്താൻ പോകാറില്ല. ഞാൻ എപ്പോഴും പറയുന്നത് അവിടെ ഇങ്ങനെ സുഖമായിട്ട് ഭഗവാനെ സ്നേഹിച്ച് കഴിഞ്ഞോ, എന്തിനാ നമ്മുടെയൊക്കെ അങ്ങനെ നമ്മൾ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പം ആകെ ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, രാധാറാണി എനിക്ക് ഭഗവാനോടുള്ള ആ ഒരു ഭക്തിയും സ്നേഹവും ഒരുപാട് കൂട്ടിത്തരണമേ, നിറച്ച് തരണമെന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ദേവി ഇങ്ങനെ ഭക്തിയുടെ പ്രേമരസത്തിൻ്റെ ഒരു തുള്ളിയേ ഉള്ളൂ, ഒരു ഡ്രോപ്പേ ഉള്ളൂ, അതിങ്ങനെ നാക്കിൽ കൊണ്ടുവന്ന് ഒന്ന് മുട്ടിച്ചതേ ഉള്ളൂ. ആ ഒരു ഡ്രോപ്പ് ഫുൾ എൻ്റെ നാവിലായിട്ടുമില്ല. ആ ഒരു ഒന്ന് മുട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ഭ്രാന്തായെങ്കിൽ ഞാൻ എപ്പോഴേക്കും ആ ഒരു തുള്ളി എങ്ങാനും എൻ്റെ നാവിൽ മൊത്തത്തിൽ വീണിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥയെന്ന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങളും. അങ്ങനെ ഞാൻ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയോടാണ് ഞാൻ പോകുന്നത്. സർജറിക്ക് പോകുമ്പം അവിടെ സർജറിയുടെ വേറെ ഒന്നും എന്തോ വലിയ സർജറിക്കാണെന്നൊന്നും അല്ല ഞാൻ വയ്ക്കുന്നത്, ഞാൻ ഇപ്പോൾ ഭഗവാനെ കാണാൻ പോവുക എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അത് ചിലപ്പം ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, അത് എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ ഭ്രാന്തായിട്ട് സ്നേഹിക്കുന്നവർക്കത് മനസ്സിലാവും. നമ്മളങ്ങനെ ഏതിലൊന്ന് പ്രതീക്ഷിക്കുക, ഇപ്പോൾ ഭഗവാൻ വരുമായിരിക്കും, ഇപ്പോൾ ഭഗവാന്റെ പ്രസൻസ് അറിയുമായിരിക്കും, അങ്ങനെയുള്ള ഒരിതിൽ ഞാൻ പോവാണ്. പക്ഷേ സർജറി കഴിഞ്ഞ് ഞാൻ ബോധം വന്നപ്പോൾ ഞാൻ ഭയങ്കര പെയിൻ, ഞാൻ പ്രതീക്ഷ പോലെ ഒന്നും നടന്നൊന്നുമില്ല, പക്ഷേ ഭയങ്കര പെയിൻ. അപ്പം ഞാൻ അവരോട് പറയുന്നത്, യൂഷ്വലി ഞാൻ എന്ത് പെയിനും ഞാൻ സഹിക്കുന്ന ഒരാളാണ്, ടോളറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ അവർ 1 മണിക്കൂറിനുള്ളിൽ സർജറിക്ക് ശേഷമുള്ള പെയിനിന് ആവശ്യമുള്ള മരുന്ന് എല്ലാം തരുന്നുണ്ട്. പക്ഷേ അത് കഴിയുമ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, 1 മണിക്കൂർ ഈ മരുന്നെല്ലാം ഇഞ്ചക്ഷനെല്ലാം തന്നു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് ഛർദിലും തലകറക്കവും പിന്നെ ഹോൾ ബോഡി മൊത്തവും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, തടിപ്പ് പോലൊക്കെ, എന്താ വെച്ചാൽ അലർജിയായി, എനിക്ക് മെഡിസിനെല്ലാം അലർജി. അപ്പോൾ ഈ 4-5 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് പാരസെറ്റമോൾ അല്ലാതെ ഒരു പെയിൻ കില്ലർ എനിക്ക് പറ്റുന്നില്ല, എല്ലാം അലർജിയാണ്. അപ്പോൾ സർജറിയുടെ പെയിൻ പാരസെറ്റമോളിൽ എത്ര മാത്രം കുറയുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ.
അത്രയ്ക്ക് അങ്ങനെ അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല. പക്ഷെ നമുക്ക് പെയിൻ നമ്മൾ സഹിക്കണം. നല്ല വേദനയായിരുന്നു ഞാൻ എന്തായാലും 5 ദിവസം. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. എന്ന് വെച്ചാൽ അവിടെ കിടന്നിട്ടും കാര്യമൊന്നുമില്ല. പെയിൻ കില്ലർ ഒന്നും എനിക്ക് ഇഞ്ചെക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അലർജിയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അപ്പോൾ അമ്മയോടാണ് കിടക്കുന്നത്. ആ സമയത്ത് ഞാൻ അമ്മ 4 മണിക്ക് രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്താനൊക്കെ പോകും. അപ്പം ഞാൻ എനിക്കെന്തായാലും വേദന വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു സർജറി കഴിഞ്ഞപ്പോൾ ഒരു 4 ഇടത്തായിട്ടായിരുന്നു ഒരു കീ ഹോൾ ഇട്ടവർ. അപ്പം കീ ഹോളാന്ന് പറഞ്ഞാലും സർജറി തന്നെ ആണല്ലോ. അപ്പം അതിൻ്റെ ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു. അമ്മ അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളും ആ വേദന കാരണം നമ്മളും ഉറങ്ങുന്നൊന്നുമില്ല. അപ്പം ഞാനും ആ കട്ടിലോട് ചാരിയിരിക്കും. അമ്മ പോയി കഴിയുമ്പോൾ ഞാനും എനിക്ക് പറ്റുന്ന പോലെ ഈ അഹല്യാസ്തുതി പ്രാർത്ഥിക്കും. മൊബൈലിൽ അല്ലാതെ എനിക്ക് കാണാതെ അറിയത്തുമില്ല. അതിൻ്റെ ഈണവും അത്ര ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ ഞാനതിങ്ങനെ കേൾക്കും. അപ്പോൾ കേട്ടല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഞാനിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, വേദന കാരണം ഞാൻ പറഞ്ഞു ഞാനിനി വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഭഗവാനെ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഇതുവരെ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ പോകാം. സ്പിരിച്വാലിറ്റിയിൽ അവർക്ക് ഓരോരുത്തർക്കും സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ അവർ റിയലൈസ് ചെയ്യും. അല്ലാത്തവർക്ക് എത്ര ഞാൻ വീഡിയോ ഇട്ടാലും അവർക്ക് ആ ഒരു ലോജിക്കിൽ ചിന്തിച്ച് അവർക്കത് വിശ്വാസമാകത്തില്ല. അതുകൊണ്ട് എനിക്ക് ഞാനിനി വീഡിയോ ഒന്നും ഇടുന്നില്ല. എന്നുവെച്ചാൽ ഈ വേദനയുടെ ഫ്രസ്ട്രേഷനൊക്കെ കാരണം ഇങ്ങനെ കാണിക്കുക ഭഗവാനോട്, ഇറിറ്റേഷൻ കാണിക്കുക ഭഗവാനോട്. പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ പറയുകയും പിന്നെ പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഭഗവാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുവാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 2022 ഞാൻ അതിന് മുമ്പ് വരെ ഗുരുവായൂർ അമ്പലത്തിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പം പോകും. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഭഗവാന്റെ മുഖത്തോട്ടോ ഭഗവാന്റെ വിഗ്രഹത്തിലോ ഒന്നും ഞാൻ ഒരു കൃഷ്ണ അമ്പലത്തിൽ പോലും പോകുമ്പോൾ ഞാൻ നോക്കാറില്ല. കൃഷ്ണ എന്ന് പോലും ഞാൻ വാക്ക് വെറുത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാലും ഭഗവാൻ ഇഷ്ടംപോലെ നാമങ്ങളുണ്ടെങ്കിലും കൃഷ്ണൻ എന്ന് തന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു കടം വീട്ടിൽ അല്ലെങ്കിൽ പ്രായശ്ചിത്തം പോലെ ഞാൻ ചെയ്യുന്നത്. എന്നുവെച്ചാൽ കൃഷ്ണൻ എന്നുള്ള വാക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ ഒരു പ്രായശ്ചിത്തം പോലെ ഞാനിപ്പോൾ എവിടെ കൃഷ്ണൻ എന്ന് പറയാവോ അവിടെ എല്ലാം കൃഷ്ണൻ തന്നെ ഉപയോഗിക്കുന്നത്. ഭഗവാന്റെ വേറെ നാമങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃഷ്ണൻ എന്ന് തന്നെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കും. കാരണം ഇതൊരു കടം വീട്ടിൽ പോലാണ്, ഒരു തെറ്റ് തിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരുന്നൊരു സമയം, അങ്ങനെ 2022 മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു. പക്ഷേ 2022 ആദ്യമായിട്ട് ഞാൻ പിന്നീട് ഭഗവാനെ സ്നേഹിച്ച് തുടങ്ങിയ ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പം എനിക്ക് അവിടെ വെച്ച് ഭഗവാന്റെ പ്രസൻസ് ഉണ്ടായിട്ട് എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നു ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന്. അതായത് നമ്മുടെ സോഴ്സ് ഓഫ് ഒറിജിൻ എവിടെ നിന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് അന്ന് അത്രയും എന്താ പറയുക, നമ്മൾ സാധാ ലോജിക്കിൻ്റെ പുറകിൽ പോയി ഇതൊക്കെ ചുമ്മാ എൻ്റെ തോന്നലാണെന്നുള്ള രീതിയിൽ ഞാൻ അതൊക്കെ വിട്ടായിരുന്നു. പക്ഷെ അതാണ് ഇത്രയും വർഷം ശേഷം ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, എന്തിനാ ഇനി വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് ചോദിച്ചതിൻ്റെ പിറ്റേ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ അത് തന്നെയാണ് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിച്ചത്. ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ്, നീ ഇന്നടത്തു നിന്നാണ് വന്നത്, എനിക്ക് നിന്നെ കൊണ്ട് കുറച്ച് ഉദ്ദേശമുണ്ട്. അതായത് മേൽപ്പത്തൂർ, പൂന്താനം ആ ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടി ഭഗവാന്റെ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും പറയാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അത് കഴിഞ്ഞ് സ്വസ്തികയുടെ വന്നപ്പം ഞാൻ ഇങ്ങനെ സ്വസ്തികയുടെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവരൊക്കെ എന്തുമാത്രം അടുത്ത് നിൽക്കും. സ്വസ്തിക എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ മനസ്സിലാക്കുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. എന്നാൽ പോലും ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മളെ പോലുള്ളവരൊന്നും ഇപ്പോഴും ഒന്നും ഭഗവാനെ ഒന്നും പ്രാപ്തമാകത്തില്ല, ഇനി എന്തുമാത്രം ജന്മം എടുത്താലാകും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ വിചാരിച്ച ഒരുപാട് പേരുണ്ടാവും. അതായത് സ്വസ്തിക പറയുന്നതിൻ്റെ താഴെയുള്ള ആളുകൾക്കും ഉള്ളവർക്ക് ഉണ്ടല്ലോ, ഇപ്പം എന്നെ പോലെ ഒന്നും ലോജിക്കാണോ എന്നൊക്കെ സംശയം തോന്നിയവരുണ്ട്. അതായത് ഇനി നമ്മളിൽ താഴെ ആരുമില്ല, അത്രയും ദരിദ്രരാണ് ഈ ദൈവീക കാര്യങ്ങളിൽ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ ബ്രഹ്മമുരളിക എന്ന ചാനൽ തുറന്നു വെച്ചേക്കുന്നത്. ഇല്ല ഭിക്ഷക്കാരുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ കുറേ ദാരിദ്ര്യമായിട്ടുള്ള ആളുകൾ അതിലൊരാളെ ഇങ്ങോട്ട് പിടിച്ചു വെച്ചിരുത്തി ഇത് പറയുന്നു, കുറച്ചെങ്കിലും മെച്ചപ്പെടാൻ വേണ്ടി. അപ്പം നമുക്കും പ്രാപ്തമാണ്, ഏത് ലെവലിൽ കിടക്കുന്നവർക്കും ഭഗവാനെ പ്രാപ്തമാണെന്ന് ഭഗവാൻ ഈ ചാനലിൽ കൂടുതൽ പറഞ്ഞു തരുവാണ്. അതിനെന്നെ ഒന്ന് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അന്ന് എനിക്ക് ആ ബ്രഹ്മമുരളികയുടെ ബ്രഹ്മമുരളിക നല്ല പേര് ഭഗവാൻ പറഞ്ഞു തന്നു, അതിട്ടു. അതിൻ്റെ അർത്ഥം ഇത്ര തന്നെ, ഭഗവാന്റെ ഫ്ലൂട്ട്. പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് ഇത്രയും നമ്മളെ പോലുള്ള ദൈവികമായ ദരിദ്രരായിട്ടുള്ളവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആപ്റ്റായിട്ടുള്ള പേര് തന്നെയാണ് ഭഗവാൻ ഇട്ടേക്കുന്നത്, ബ്രഹ്മമുരളിക. അപ്പം
ഭഗവാൻ അങ്ങനെ പറഞ്ഞത്, നീ ഇന്നടുത്തു നിന്നാണ് വന്നേക്കുന്നത്, നിന്നെ ചില ഉദ്ദേശത്തോടാണ് ഭൂമിയിലോട്ട് വിട്ടേക്കുന്നത്. അതായത് സാധാരണ നമ്മളെക്കാൾ ഇനി ഒരു താഴോട്ടൊരു ലെവലില്ല. ഭഗവാന്റെ ഭക്തരുടെ യാതൊരു ക്വാളിറ്റി ഇല്ല. ഭഗവാനെ ഡൗട്ട് ചെയ്ത്, ഭഗവാനെ വെറുത്ത്, എന്തുവാ ഭഗവാന്റെ ഭക്തർ ചെയ്യുന്ന ഒരു നല്ല കാര്യം, നല്ലൊരു ഹാബിറ്റോ അങ്ങനെ ഉള്ള ഒന്നുമില്ലാത്ത ഇതിലൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന കൂട്ടം ആളുകൾ, അതിലൊരാളാണ് ആയിരുന്നു ഞാനും. അങ്ങനെയുള്ള ഒരാളെ വിളിച്ചിരുത്തി ഇങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലേ അത്രയും ഞാൻ പറഞ്ഞില്ല, നമ്മളെക്കാട്ടിൽ ഇനി താഴോട്ടൊരു താഴത്തെ ലെവലിൽ ഒരാൾക്കാരില്ല. നമ്മൾ തന്നെയാണ് ഏറ്റവും താഴത്തെ ലെവലിലെ ആൾക്കാർ. അത്രയും ദരിദ്രരാണ് നമ്മൾ ദൈവീയ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് എന്നെ ഉപയോഗിക്കുന്നു. ഭഗവാന്റെ പ്ലാൻ അതാണ്. അപ്പം ഞാനിനി വീഡിയോ ഇട്ടേ പറ്റൂ. അത് ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. ഇത് വീഡിയോ എന്നല്ല, ഇതുപോലെ ഭഗവാന്റെ കാര്യങ്ങൾ ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പം എന്നിട്ട് പിന്നെ ഭഗവാൻ പറഞ്ഞു, നീ തിരുനേത്രം ചാനലിൽ നിൻ്റെ 10ാമത്തെ എപ്പിസോഡിൽ താഴെ ഒരു കമൻ്റ് ഉണ്ട്, അത് പോയി നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അത് പോയി നോക്കി. ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം. പ്രവേശിക്കാൻ അത്ര എളുപ്പമല്ലാത്ത ഭക്തിയുടെ ഹയർ പ്ലെയിനിലേക്ക് ഡയറക്റ്റ് എൻട്രി പാസ് നൽകുകയായിരുന്നു ഈ എപ്പിസോഡുകളിലൂടെ എല്ലാം. അപ്പം ഭഗവാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എന്നെക്കൊണ്ട് ഭഗവാന്റെ ഉദ്ദേശം ഇതാണെന്നും, ഇങ്ങനെ ഈ ചാനലിൽ പോയി 10ാമത്തെ എപ്പിസോഡിൽ പോയി കമൻറ്റ് വായിച്ച് നോക്കുമ്പോൾ ആ കമൻറ്റ് വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് നീ വായിക്കൂ. അപ്പോൾ ഞാൻ അത് വായിച്ചപ്പോൾ ഇതാണ്. അതായത് നമുക്ക് തോന്നുന്നതാണ് ഇത്രയും വലിയ, നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു എവിടെയോ ആണ് ഭഗവാൻ ഇരിക്കുന്നത്. അങ്ങനല്ല എന്ന് എന്നിലൂടെ ഭഗവാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നു. ഒരാൾക്കെങ്കിലും ഭഗവാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പേരിൽ ഉള്ളിൽ പരിവർത്തനം വരുത്താൻ വേണ്ടിയാണ് ഈ ചാനൽ ഉപയോഗിക്കുന്നതും എന്നെ ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് ഇനിയിപ്പോൾ മടി കാണിച്ചിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഭഗവാനെ അതുപോലെ തന്നെ ഭയമുണ്ട്. ഇത് ഭഗവാൻ പറയുന്നത് ഇങ്ങനെ വന്ന് പറഞ്ഞു തന്നാൽ മതിയായിരിക്കും. പക്ഷേ എന്നാൽ പോലും എവിടേക്കോ ഉള്ളിലൊരു എന്താ വെച്ചാൽ നമ്മൾ അനുഭവിച്ച സ്പിരിച്വാലിറ്റി വേറൊരാൾ ഡൗട്ടോടെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. എന്നുവെച്ചാൽ നമുക്ക് വേറെ തെളിവ് കാണിക്കാനുമില്ല. ഈ അനുഭവിച്ചെല്ലാം നമ്മൾ മാത്രമാണ് തന്നെ. അതുകൊണ്ടുള്ളൊരു ഭയം ഉള്ളിൽ. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ അത് പറയുവാണ്. അപ്പം ഈ എപ്പിസോഡിൽ ഇവർ പറഞ്ഞത്, ഞാനിവിടെ ഇതിൽ ഓരോരുത്തരും കമൻ്റ് ഇട്ടു, ഇന്ന ആൾ കമൻ്റ് ഇട്ടു എന്നേ പറയത്തുള്ളൂ. ഒരാളുടെയും പേര് ഞാൻ എടുത്ത് പറയാത്ത വേറൊന്നും കൊണ്ടല്ല. ഭഗവാൻ ഇതുവരെ എൻ്റെ പേര് വിളിച്ചല്ല ഇതുവരെ സംസാരിച്ചത്. സാധാരണ അങ്ങ് ഒരു കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞു തുടങ്ങുവാണ്. ഒരിക്കൽ പോലും ഭഗവാൻ എന്നെ ലക്ഷ്മി എന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഡൗട്ട്, എന്തുകൊണ്ടാണ് ഭഗവാൻ എൻ്റെ പേര് വിളിക്കാത്തത്. പക്ഷേ ഈ ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, പല ജന്മമാണ്, പല ഐഡൻറ്റിറ്റിയാണ്, പല പേരുകളിലാണ് ജന്മം എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ലക്ഷ്മി എന്നുള്ള ഈ ജന്മത്തിലെ ഒരു പേര് മാത്രമാണ്. യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, ഭഗവാൻ എന്നെ വിളിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ എൻ്റെ പേര് വിളിക്കാത്തതെന്ന് എനിക്കിപ്പം മനസ്സിലായി. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പല ജന്മത്തിൽ പല പേരുകളാണ്. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ എൻ്റെ പേര് ഇതുവരെ വിളിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതിൽ കമൻ്റ് ഇടുന്നവർ ആരുടെയും പേര് വിളിക്കാത്തത്. പേര് പ്രത്യേകം പറഞ്ഞ് ഇന്ന ഒരാളെന്നല്ലേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. അങ്ങനെ ആ ലിംഗരാജ ക്ഷേത്രത്തിൽ വെച്ച് ഗണപതി പപ്പ പറയുന്നതും അങ്ങനെ തന്നെയാണ്. നീ എക്സാക്ട്ലി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ചാണ് നിന്നെ ഭൂമിയിലോട്ട് വിട്ടേക്കുന്നത്. നീ അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് വഴിയിലോട്ടാണ് പോകുന്നത്. നീ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമെന്ന് ഭഗവാൻ അന്ന് ഗണപതി പപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീട് ഇപ്പം ഭഗവാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എന്തുകൊണ്ടാണ് അന്ന് ഗണപതി പപ്പ പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമായിട്ടാണ് ഭൂമിയിലോട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം, എന്നെ ഭഗവാൻ ഉപയോഗിക്കുന്ന ഇതിനു വേണ്ടിയാണ്. കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിച്ച് ഭഗവാനായിട്ട് നമ്മൾ അകന്നകന്ന് പോകുന്ന എന്നെ പോലുള്ള ദൈവികമായി ഒരുപാട് ദരിദ്രരായിട്ടുള്ള ആളുകളെ ഭഗവാൻ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്. നമുക്ക് അത്ര ഈസി ആയിട്ട് പ്രാപ്തമാകും ഭഗവാനെ. നമ്മളെപ്പോഴും ഭഗവാന്റെ നാമം മനസ്സിൽ ഉച്ചരിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുകയും ഭഗവാനെ തന്നെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുകയും സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ച് ജീവിച്ചു തുടങ്ങുമ്പം അങ്ങനെ വലിയ വലിയ വേദങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. നമുക്ക് പ്രാപ്തമാണ് എന്ന ഒരു മെസ്സേജാണ് ഭഗവാൻ ഇതിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പം ഞാൻ ഓക്കെ സമാധാനമായി, കുഴപ്പമില്ല. പക്ഷെ ആ വേദനയൊക്കെ ഉള്ളതുണ്ടല്ലോ, നമ്മളിങ്ങനെ സർജറി കഴിഞ്ഞുള്ള വേദന പാരസെറ്റാമോളിൽ എത്ര പിടിച്ച് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ കാരണം ഞാൻ ചോദിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഭവാൻ ഇത് പറഞ്ഞ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കട്ടിലേ ചാരി ഇരുന്നായി രാവിലെ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഉറങ്ങുന്നില്ല, അപ്പോൾ അമ്മയെ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പിറ്റേ ദിവസം ഇത് ഭഗവാൻ പറഞ്ഞത്. അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പം എൻ്റെ ഒരു കസിൻ എനിക്ക് മെസ്സേജ് അയച്ചു. അവൾക്കറിയാം ഇതുപോലെ എനിക്ക് മരുന്നെല്ലാം അലർജിയായി, പാരസെറ്റമോൾ മാത്രമേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, മേൽപ്പത്തൂരിന് വയറുവേദന വന്നപ്പോൾ കുരൂരമ്മ അടുത്ത് പോയി മരുന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചു, വേദന മാറി. പക്ഷേ ഉടനെ ഭഗവാൻ പറഞ്ഞു, മേൽപ്പത്തൂരിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വേദന ഈ ജന്മത്തിൽ നീ സഹിച്ചിരുന്നെങ്കിൽ ഇതോടെ തീരുമായിരുന്നു. പക്ഷേ ഇത് നീ ഇപ്പം നിർത്തിയത് കൊണ്ട് ഇനി വരും ജന്മങ്ങളിൽ നീ ഈ വേദനയുടെ ബാക്കി അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതുപോലെ ചേച്ചിക്ക് എന്തെങ്കിലും കർമ്മഫലം ഉണ്ടെങ്കിൽ ഇത് എരിച്ച് കളയുന്നതായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ അടുത്ത ആളുടെ മെസ്സേജ് വരുവാണ്, നമ്മുടെ തിരുനേത്രത്തിലെ ജിനു മെസ്സേജ് അയക്കുന്നു, ലക്ഷ്മി ഡോണ്ട് വറി, ഇത് കാർമിക് ഹീലിംഗ് ആണ്, ഇത് ഫാസ്റ്റായിട്ട് നടക്കുവാണ്, ഒരു വിഷമമില്ല. അപ്പം നമ്മൾക്കിങ്ങനെ ഭഗവാൻ പലതരത്തിലും നമ്മളടുത്ത് പ്രസൻസ് കാണിക്കുകയും നമ്മളോട് ആ സ്നേഹം കാണിക്കുകയും ചെയ്യും. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ എങ്ങനെ നമുക്കറിയാൻ പറ്റും ഭഗവാൻ നമുക്കുള്ളതാണ് ഈ മെസ്സേജ് തരുന്നതെന്നുള്ളത്, ഭഗവാൻ എങ്ങനെയാണ് തരുന്നതെന്നുള്ള കുറേ പേര് ചോദിക്കും. ഇത് തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യം എങ്ങനെയാണ് വേറൊരാൾ അറിയുന്നത്. അതും ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യവും നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിങ്ങനെ നമ്മുടെ ഒരു നിത്യജീവിതത്തിലൊരു സംഭവം ഇങ്ങനെ എന്നും നടക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. വെച്ചാൽ നമ്മുടെ ഉള്ളിൽ മാത്രമുള്ള കാര്യം എങ്ങനെയാണ് പുറത്തുള്ളൊരു യൂട്യൂബ് വഴി, അല്ലെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലും മെസ്സേജ് അയക്കാൻ വഴിയില്ലാത്തവരല്ലേ, കുറേ നാളായിട്ട് മെസ്സേജ് അയക്കാത്തവരിലൂടെയൊക്കെ ഇത് ആൻസർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നമുക്ക് തന്നെ ഉള്ളതാണ്, കറക്റ്റ് ട്രാക്കിലാണ്, നമുക്ക് ഭഗവാൻ റെസ്പോണ്ട് തരാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു, ലാമ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ലാമ്പ് കറി വെച്ചപ്പം ഞാൻ കഴിക്കണ്ട എന്ന് പറഞ്ഞ് ഉച്ച തൊട്ട് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നവരെ എൻ്റെ ഉള്ളിലിങ്ങനെ ഞാനപ്പം ഇനി എങ്ങനെ കുക്ക് ചെയ്യും ഇതിനെപ്പറ്റി ചോദിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആരോടും പറയാത്തൊരു കാര്യമാണ് ഹസ്ബൻഡ് തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, എനിക്ക് ലാമ്പ് വേണ്ട, എനിക്കെന്തോ അതിനോട് മടുപ്പ് തോന്നിയെന്ന്. അപ്പോൾ അത് നമ്മൾ ഉള്ളിൽ ഉള്ള കാര്യം. അതുപോലെ വേറൊരു കാര്യമാണ്, ഈ പെയിൻ വന്ന സമയത്ത് രാത്രി ഭയങ്കര വേദനയൊക്കെയാണ്, രാത്രി എന്നല്ല പകലും ഭയങ്കര വേദനയാണ്. നമുക്ക് വിഷമമാണ്, എപ്പോഴും വേദനയല്ലേ, നല്ല സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ എനിക്ക് ഉടനെ ഒരു മെസ്സേജ്, നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക പെയിൻ ഉണ്ടെങ്കിൽ ഹനുമാൻ ചാലിസ പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, അത് അന്ന് വന്നു. അപ്പം ഞാൻ ഹനുമാൻ ചാലിസ എനിക്കൊന്നും എണീറ്റിരുന്നൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് കേൾക്കുവാണ് ഞാൻ, പിന്നെ അതിൻ്റെ ഒപ്പം പാടുന്നുണ്ട്. അന്ന് രാത്രിയിൽ ഈ വന്നതിൻ്റെ അന്ന് രാത്രി തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വേദന കാരണം പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ആ സമയം കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രേതത്തിൻ്റെയൊക്കെ സ്വപ്നമാണ് കാണുന്നത്. സാധാരണ എനിക്ക് കുഞ്ഞിലെയൊക്കെ അതിനോട് ഭയം ഉണ്ടായിരുന്നു, പക്ഷേ ഭഗവാനെ കൂട്ടുപിടിച്ച ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ഭയമില്ലായിരുന്നു. പക്ഷേ അന്ന് രാത്രി ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ വല്ലാത്ത രൂപമുള്ള അങ്ങനെയൊക്കെയുള്ള പ്രേതങ്ങളെയൊക്കെയാണ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റിട്ട് ഉറക്കം വരുന്നില്ല. ഞാനപ്പോൾ മൊബൈൽ നോക്കിയപ്പോൾ ആദ്യം വരുന്ന ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സ്വസ്തിക, നിങ്ങൾക്ക് പ്രേതത്തെ പേടിയുണ്ടോ, നിങ്ങൾക്ക് പ്രേതത്തെ ഭയമാണോ, ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടല്ലേ എഴുന്നേറ്റ്. എന്നിട്ട് അവരതിങ്ങനെ പറയുവാണ്, അപ്പോൾ അതിന് ഭയക്കണ്ട, ഹനുമാൻ ചാലിസ പ്രാർത്ഥിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യം എങ്ങനെയാണ് വേറൊരാൾ അറിയുന്നത്. അത് ഒരു വട്ടമല്ല, നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഉള്ളിലുള്ള നമ്മുടെ സംശയങ്ങൾക്കും കറക്റ്റായിട്ട് ഉത്തരം യൂട്യൂബ് വഴി അല്ലെങ്കിൽ വേറെ മനുഷ്യർ വഴി നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് ഭഗവാൻ. ഇതൊക്കെ ഭഗവാന്റെ പ്രസൻസാണ്. അപ്പം ഞാൻ ആ ചോദ്യം ചോദിച്ചവരോടുള്ള ഉത്തരമാണ്, അവരെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തരമാണിത്. ഒരു കാര്യമല്ല, പലപ്പോഴും മിക്ക കാര്യങ്ങൾക്കും നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട് റെഗുലറായിട്ട്, വേറൊരാൾ പോലും നമ്മൾ പറഞ്ഞ ആരും അറിയാത്ത കാര്യങ്ങൾക്ക് പോലും. അപ്പോൾ അതാണ് അങ്ങനെയൊക്കെയാണ് ഭഗവാൻ നമ്മൾ റെസ്പോണ്ട് ചെയ്തത്. സ്വസ്തികയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ പറയാം. ഭഗവാൻ എന്തുകൊണ്ടാണ് മാർച്ച് നടന്ന കാര്യം ഇപ്പോൾ പറയിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്തെങ്കിലും ഉദ്ദേശം കാണും. അപ്പം ഞാൻ അതും കൂടെ അങ്ങ് പറയാം.
മാർച്ച് ഒരു പകുതിയൊക്കെ ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ എനിക്കൊരു വിഷൻ കിട്ടി. സ്വസ്തികയ്ക്ക് മനുഷ്യരാൽ എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അതെനിക്കറിയത്തില്ല ക്ലിയറായിട്ട്. അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് മനുഷ്യരാൽ ഉണ്ടാകാൻ പോകുന്നു വെച്ചാൽ. അപ്പം എനിക്ക് ഇവരെ ഇത് അറിയിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെയൊക്കെ സംഭവമൊക്കെ എനിക്ക് ഒരു മെസ്സേജ് കിട്ടിയാൽ ഞാൻ അവരെ അറിയിക്കും. അവർക്ക് ഭയം വരുമോന്നും ഞാൻ നോക്കത്തില്ല. എന്താ വെച്ചാൽ മുൻകൂട്ടി പറയുമ്പം അവർക്കതൊരു കൂടുതൽ ഭഗവാനെ പ്രാർത്ഥിച്ചൊക്കെ അവർ കൂടുതൽ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയും. പക്ഷേ ഇവരോട് എനിക്ക് അറിയിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഒരു ഫ്രണ്ട്, അവരാണ് എനിക്ക് രാധാ സഹസ്രനാമം ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ പെട്ടെന്ന് പോയി ഒരാളോട് ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് പേടിയാവത്തില്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടർ വിജയലക്ഷ്മിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അവർ യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് ക്വിസ് മത്സരം നടത്തിയപ്പോൾ ആദ്യത്തെ ക്വിസ് മത്സരത്തിലെ വിന്നറാണ് ഞാൻ. അതായത് അന്നേരം ഞാൻ പറഞ്ഞത് ഡോക്ടർ ലക്ഷ്മി വിമൽ എന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെയും ഓർമ്മ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഒന്നും പറയണ്ട, നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ അത് അവർക്ക് ആ സ്വസ്തികയ്ക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയം പെടുന്നാലോ, അതുകൊണ്ട് അത് പറയുന്നില്ലെന്ന് പറഞ്ഞു. അവർ നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനപ്പം ശരി അങ്ങനെ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം. നമുക്കൊരു മെസ്സേജ് കിട്ടിയിട്ട് നമുക്കതങ്ങോട്ട് എനിക്ക് അവരോട് ഞാൻ എന്നിട്ട് ആ കുട്ടി എൻ്റെ തന്നൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ സ്വസ്തികയുടെ നമ്പർ, ഡോക്ടറിൻ്റെ നമ്പർ സ്വസ്തിക, ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് സ്വസ്തികയോട് സംസാരിക്കാൻ വേണ്ടിയുള്ള ഇതുകൊണ്ടല്ല, എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങൾ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഭഗവാനെ അറിഞ്ഞു തുടങ്ങിയ ശേഷം എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം പോയി. നമുക്ക് പൊതുവേ അങ്ങനെയാണല്ലോ, നമുക്കിങ്ങനെ ആ വലിയ വലിയ ആൾക്കാർ നമ്മൾ സംസാരിക്കാൻ നമുക്ക് ആഗ്രഹം തോന്നുമല്ലോ, ഒരു അറ്റൻഷൻ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല. എനിക്കങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് കുഞ്ഞിലെ നമുക്ക് ഇന്ന നടന്മാരോട് ചാൻസ് കിട്ടി അഭിനയിക്കുക, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ, അത് ആണായാലും പെണ്ണായാലും ചുമ്മാ ഇങ്ങനെ കാണുമല്ലോ. അപ്പം ഞങ്ങൾ ആ ഇൻറ്റേൺഷിപ്പ് സംസാരിച്ചെന്ന് പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈയിടെ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മളിങ്ങനെ അന്നേരം പറയാം ആരോട് അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഇങ്ങനെ ചുമ്മാ തമാശയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് അങ്ങനെ ചോദിച്ചപ്പം എനിക്ക് അങ്ങനെ ഒരാളുടെ പേരില്ല. എന്താ വെച്ചാൽ ഭഗവാനെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ഒരു സുന്ദരനെ കൂടെ കിട്ടിയപ്പം നമുക്ക് പിന്നെ വേറെ ഒന്നിനോടും വലിയ താല്പര്യം തോന്നത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് എനിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വസ്തികയോട് സംസാരിക്കണമെന്ന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. എനിക്ക് സംസാരിച്ചാൽ സന്തോഷം, പക്ഷേ പറഞ്ഞ് അയ്യോ സംസാരിച്ച് അങ്ങനത്തെ ഉള്ള ഇതൊന്നും ഇല്ല. എനിക്ക് ആകെ ആ കുട്ടിയെ ഒന്ന് അറിയിക്കണം, അവർ സേഫായിട്ടിരിക്കണം. പക്ഷേ അവർ കുറേ ആളുകളായിട്ട് ഇപ്പം സഹകരിച്ച് പോകുന്നത്, അപ്പം നമുക്ക് അറിയത്തില്ലല്ലോ, മനുഷ്യർ പലതരത്തിലല്ലേ, അതൊന്നും അറിയിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ അവർക്ക് ഭയമാവും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അവർ ശരി എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കിത് അയ്യോ ഞാൻ ഭഗവാൻ പറഞ്ഞ് കടമ ആ ഒരു ഡ്യൂട്ടി ചെയ്തില്ലേ എന്നുള്ള എനിക്കൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിനു മെസ്സേജ് അയക്കുന്നത്. കുറേച്ച് നാളായിരുന്നു ജിനു എനിക്ക് മെസ്സേജ് അയച്ചിട്ട്. അപ്പോൾ ജിനു മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാം ഓക്കെ അല്ലേ ലക്ഷ്മി എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ജിനു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം, എല്ലാം ഓക്കെ അല്ലേ, ഹായ് അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം പെട്ടെന്ന് ഇതാണ് ചോദിക്കുന്നത്. അപ്പം ജിനു പറഞ്ഞല്ല എനിക്കങ്ങനെ തോന്നി, എല്ലാം ഓക്കെ അല്ലേ ലക്ഷ്മി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ജിനു ഇങ്ങനൊരു സംഭവം ഉണ്ട്, പക്ഷേ എനിക്ക് അവരെ അത് അറിയിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ജിനു പറഞ്ഞു അത് കുഴപ്പമില്ല, ജിനു ലക്ഷ്മിയുടെ ലിമിറ്റിൽ നിന്ന് ലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തില്ലേ, ബാക്കി പിന്നെ അവരുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടല്ലോ, അത് ഭഗവാൻ നോക്കിക്കോളും, പിന്നെ ലക്ഷ്മി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാനും വരും. ഞാൻ എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് നീ എന്തായാലും അവരുടെ കൂടെ ഉണ്ട് എപ്പോഴും, പിന്നെ എന്തിനാണ് എനിക്ക് ഈ വിഷം തന്നതെന്ന് എനിക്കും അറിയത്തില്ല, പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്, അവർക്കൊരു കുഴപ്പം വരാം, ഇതിലപ്പുറത്തേക്കൊരു എൻ്റെ ഡ്യൂട്ടി എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കുവാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി അങ്ങനെ ദൈവമേ ഒരു കുഴപ്പം വരില്ല, അവർക്ക് ആരാലും ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ. അപ്പോൾ എന്തിനാ ഇപ്പം പറയിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല, അത് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ. മാർച്ച് നടന്ന കാര്യമാണ്, അതെന്തുകൊണ്ടാണ് ഇപ്പം പറയിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഇതെല്ലാം വന്നു, വീഡിയോ ഇടാം. അപ്പോൾ കുറച്ചൊക്കെ എനിക്കൊരു 10 ദിവസമൊക്കെ ആയപ്പോൾ എനിക്ക് എണീറ്റിരിക്കാൻ പറ്റും നമുക്ക്. അപ്പം ഞാൻ വെച്ച ആ റൂമിൽ ഇങ്ങനെ ഈ വിളക്ക് മുറി വന്നില്ലെങ്കിലും ഞാൻ ഇരിക്കുന്ന റൂമിൽ തന്നെ ഇതൊക്കെ പറഞ്ഞ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളങ്ങ് പറഞ്ഞു തീർക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ വായിച്ചപ്പോഴത്തേക്ക് അപ്പോൾ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഇത് വന്നു. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ ഭഗവാൻ ഓരോന്നും പഠിപ്പിച്ചു തരുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലെവലിൽ നിന്നായിരിക്കും. അല്ലാതെ വലിയ ജ്ഞാനികൾക്കാണ് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ ലെവലിൽ നമുക്ക് പഠിപ്പിച്ചു തരണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ലെവലിലോട്ട് അവരും
ഇറങ്ങി വരണം. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാനപ്പം വീഡിയോ ഇടാം, 10 ദിവസമായി എനിക്കിപ്പം വേദനയാണെങ്കിൽ സാരില്ല, കട്ടിലോടൊക്കെ ചാരി ഇരുന്ന് വീഡിയോ ഇടാം എന്ന് പറഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പരിപാടി നടത്താൻ പോകുന്ന ഒരു ബാക്ക് സ്റ്റേജിൽ പുറകിൽ ഇങ്ങനെ ദുർഗാമ്മ എന്നെ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയാണ് എന്നെ ഇങ്ങനെ നല്ലതായിട്ട് ഒരുക്കിയൊക്കെ നിർത്തിയേക്കാം. എന്നിട്ട് ഞാൻ പരിപാടി നടത്താൻ അങ്ങോട്ട് പോകാൻ വായിക്കുമ്പോഴത്തേക്കും മഹാദേവൻ അച്ഛൻ വന്നിങ്ങനെ 2 കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു ഇപ്പം പോകണ്ട. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എല്ലാം റെഡി ആയില്ലേ, പറഞ്ഞില്ലേ, ഇപ്പം പോകണ്ട, കാരണമുണ്ട്. എന്താ വെച്ചാൽ ഒരു 5-6 മാസമായിട്ടുള്ളൂ നിൻ്റെ ശബ്ദത്തിലൂടെ, പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ തിരുനേറ്റം ചാനലിലൂടെയൊക്കെ നിന്നെ കണ്ട് ആളുകൾക്ക് പരിചയമായിട്ടുള്ളത്, കുറച്ച് പേർക്ക്, ഇതിൽ വിശ്വാസമുള്ള കുറച്ച് പേര്. അവർ അങ്ങനെയുള്ള 6-7 മാസം മാത്രം പരിചയമുള്ള നിന്നോട് അവർക്ക് ഇത്രയും അറ്റാച്ച്മെൻറ്റ്, എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല, എപ്പോഴാണ് വീഡിയോ ഇടുന്നത്, വെയിറ്റിംഗ് ആണെന്നും പറഞ്ഞ് ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഡെയിലി ലൈഫിലുള്ള അവരാ ജനിച്ചപ്പോൾ തൊട്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യരോടെല്ലാം എന്തുമാത്രം അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഞങ്ങൾ അവരെ പരിവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ്. അതിലൊരു കാര്യമാണിത്. ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കണം മനുഷ്യർക്ക് വേണ്ടത്. നമ്മുടെ കർമ്മങ്ങളെല്ലാം അച്ഛൻ, അമ്മ, മകൾ അല്ലെങ്കിൽ മകൻ, അങ്ങനെ മരുമകൾ, അല്ലെങ്കിൽ എന്ത് സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നോ ആ കർമ്മങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. അല്ലാതെ ഒരാളോടും നമുക്ക് അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഇതാണ് ഭഗവാൻ ഈ മഹാദേവനായിട്ട് എനിക്കിത് പറഞ്ഞു തരുവാണ്. അപ്പം അതുകൊണ്ടാണ് വീഡിയോ താമസിച്ചിട്ടാൽ മതി, അവരുടെ പ്രതീക്ഷ നശിക്കുന്ന സമയത്ത് നീ പോയി വീഡിയോ ഇട്ടാൽ മതി. കാരണം 6-7 മാസം മാത്രം പരിചയമുള്ള നിന്നോട് അവർ ഇത്രയും അറ്റാച്ച്മെൻ്റ് ആകുമ്പോൾ അവരുടെ കൂടെ ഉള്ള ആളുകളോട് എന്തുമാത്രം അറ്റാച്ച്മെൻറ്റ്, അത് പാടില്ല. ഒരു സ്പിരിച്വൽ ജേർണിയിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ഏതൊരാളും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ലൈഫിൽ കുടുങ്ങിപ്പോകും. അപ്പം അറ്റാച്ച്മെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇത്രയും ലളിതമായിട്ട് എന്നെ പോലെ ഉള്ളവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഭഗവാൻ അത് കാണിച്ചു തന്നത്. അപ്പം വലിയ ഭഗവത്ഗീത പറയുമ്പോൾ പോലും നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് ശരിക്കും മനസ്സിലാവണമെന്നില്ല. അത് കേട്ടാൽ നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സിമ്പിളായിട്ട് ബാക്ക് സ്റ്റേജിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു കുട്ടി എടുത്ത് അച്ഛൻ പിടിച്ച് നിർത്തിയിട്ട് പറയുന്നു ഇപ്പോഴേ പോകണ്ട, അവർക്ക് ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ള സംഭവത്തിലോട്ട് അവരെ കൊണ്ടുവരണം. അവരെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഒരു പാഠമാണ് ഡിറ്റാച്ച്മെൻറ്റ്. അപ്പോൾ എനിക്കും ശരിയാണ്, എനിക്കും എല്ലാത്തിനോടും ഡിറ്റാച്ച്മെൻ്റ് ആണെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ മക്കളുടെ കാര്യം വരുമ്പം കുറച്ചൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം അതെനിക്കും കൂടെ ഉള്ളൊരു പാഠമായിരുന്നു. അപ്പം ഞാൻ ഉടനെ ചോദിക്കുന്നുണ്ട് അച്ഛനോട്, മഹാദേവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ശരി എന്നാൽ ഞാൻ പോയി ഉടനെ ഒരു കുഞ്ഞൊരു പോസ്റ്റ് ഇടട്ടെ, എനിക്ക് സർജറി ആയിരുന്നു അതുകൊണ്ടാണ്. ഇല്ലില്ല, അങ്ങനെ ഇടാൻ പാടില്ല, അപ്പോഴും അവർക്കുള്ളിൽ പ്രതീക്ഷ വരുവാണ്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഡിലേ ആവാൻ കാരണം. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ പറയുന്ന ടൈമിൽ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇതിലൂടെ എല്ലാം ഈ പറയുന്ന ഓരോ കാര്യം സിമ്പിളാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നും, സാധാരണ ഒരു വീട്ടിൽ ഒരാൾ പറയുന്ന ഒരു കാര്യങ്ങൾ പോലെ. പക്ഷേ ഇതിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക്. സിമ്പിളാണ് കേൾക്കുമ്പോൾ, പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിസ്സാരമായിട്ട് ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ബ്രഹ്മമുരളികയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള മടി കാരണം ഞാൻ വേറൊരു ചാനൽ തുടങ്ങി. എന്നിട്ട് അതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ച് സംസാരിക്കാം എന്ന എനിക്കുള്ള ആ ഭയം മാറ്റാം എന്നാണ് വിചാരിച്ചത്. കുറച്ചൊക്കെ സംസാരിക്കും, അങ്ങനെയുള്ളൂ. അപ്പം ഈ പെയിനായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു വിഷമവും എന്താ പറയുക, ഒരു ഡൗൺ ആയിക്കൊണ്ടിരിക്കുമല്ലോ, നമുക്ക് ലൈഫിൽ ഒരു ഇതില്ലല്ലോ. പെയിൻ കാരണം നമ്മൾ ഈ 4-5 ദിവസം ഞാൻ ആശുപത്രി കിടന്നു. അവിടെ എന്ന് വെച്ചാലും വിസിറ്റിംഗ് ടൈമിൽ ആരെങ്കിലും വരത്തുള്ളൂ, അത് കഴിഞ്ഞ് നല്ല പെയിനാണ്. പിന്നെ ഈ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പം ഗ്ലാസ് ഒന്നും അവർ തുറക്കാൻ സമ്മതിക്കത്തില്ല, എല്ലാം ക്ലോസ്ഡാണ്. ഗ്ലാസ് ഉണ്ട്, പക്ഷെ നമുക്കത് ഓപ്പണായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ വിഷമിച്ച് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ മകൾ ആദ്യം അവൾക്ക് ഇഷ്ടം തോന്നിയിട്ട് ഒരു കുക്കി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്
ഉണ്ടാക്കിയിട്ട് ബിസ്ക്കറ്റ് കുക്കി അത് ഉണ്ടാക്കിയപ്പോൾ ഷേപ്പ് ശരിയായില്ല. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിന് വന്നു. അപ്പം നിങ്ങൾ കണ്ടതാണ് ഞാൻ ഇതിനകത്ത് ഇട്ട ആ ഫോട്ടോ ഇട്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു, മറ്റേ എൻ്റെ സാധാരണ ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഞാനിത് ഇട്ടു. ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഡൗണായി ഇരിക്കുമ്പോഴാണ് മോളിത് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഒരു മോട്ടിവേഷണൽ ക്ലാസ്സും വേണ്ട. നമ്മുടെ ഈ സിമ്പിൾ നമ്മുടെ ലൈഫിലുള്ള ഡെയിലി നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ സ്വയമേ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ലൈഫൊന്നും സ്റ്റക്കൊന്നും അല്ല. ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങ് മാറിക്കോളും, ഈ വേദനയൊക്കെ മാറിക്കോളും. അപ്പോൾ ഒരു മോട്ടിവേഷണൽ ക്ലാസ്സും വേണ്ട. ഈ ചെറിയ കാര്യമാണ്, ഇത് വളരെ ചെറിയ കാര്യമാണ്, ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ ഒരാൾ വിചാരിച്ചാൽ നമുക്ക് സ്റ്റക്കായി എന്ന് തോന്നുന്നിടത്തോളം നമുക്ക് വീണ്ടും അത് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നതേ ഉള്ളൂ എന്ന ഒരു സിമ്പിൾ കാര്യമാണ് അത്. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു ഡൗണായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷണലായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് അത് പോസ്റ്റാക്കിയിട്ട് മറ്റേ ചാനലിൽ ഇട്ടപ്പോൾ തൊട്ട് ഭഗവാൻ നീ ഇതിലും ഇടണം ബ്രഹ്മമുരളികയിലും ഇടണം. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാൻ ഇതെന്ത് കുക്കിങ്ങിൻ്റെയാ, ബിസ്ക്കറ്റൊക്കെ ഇതൊക്കെയാണോ ദൈവികമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ കൊണ്ടിടുന്നത്? ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഉടനെ ചോദിക്കുന്നൊരു കാര്യമാണ്, അതെന്താ ദൈവികമായിട്ടുള്ള കാര്യമല്ലേ കുക്കിങ്? അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ സിമ്പിൾ കാര്യവും ദൈവികമല്ലേ? ശ്രദ്ധിക്കേണ്ടവർക്ക് ഓരോ ചെറിയ കാര്യങ്ങളും ദൈവികമായിട്ട് തന്നെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ അകത്ത് അറിവ് കിട്ടാവുന്നുള്ളൂ. നിനക്കിതിൻ്റെ അന്ന് അറിവ് കിട്ടിയെങ്കിൽ, അതായത് നീ ഇത്രയും താഴ്ന്ന ഒരാളായ എനിക്ക് ഈ ചെറിയ കാര്യത്തിൽ നിന്ന് അറിവ് കിട്ടിയെങ്കിൽ ഇതേ ലെവലിലുള്ള ആളുകളുണ്ട്. ഇത്രയും ചെറിയ കാര്യങ്ങളിലൂടെ പറഞ്ഞു കൊടുത്താൽ മാത്രം മനസ്സിലാകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇടണം. അങ്ങനെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ പറയാൻ ഞാൻ ആ ബ്രഹ്മമുരളിയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ ഇട്ടപ്പോൾ എനിക്ക് തോന്നി പലർക്കും ഇവരെന്താ ഈ ബിസ്ക്കറ്റിൻ്റെ ഇടുന്നത് എന്ന് തോന്നുമായിരിക്കും. പക്ഷേ അതും ഭഗവാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇട്ടത്. ഏറ്റവും ചെറിയ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നിത്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളിലൂടെ പറഞ്ഞു തന്നാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിലും താഴെ ഇനി ആളുകളില്ല. അത്രയും ദൈവികമായിട്ട് ദരിദ്രരാണ്. ഒരുപാട് കുറവുകളുണ്ട് അവർക്ക്, ഒരുപാട് തെറ്റുകൾ ചെയ്ത് ശീലിച്ചു പോയി. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ദൈവത്തെ പ്രാപ്തമാകും എന്ന് ഏറ്റവും സിമ്പിൾ ഭാഷയിൽ, ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രം മനസ്സിലാകുന്നവർക്ക് വേണ്ടിയുള്ള ചാനലാണിത്. അത് ഞാനല്ല ഇതിനകത്ത് വന്ന് എന്നെ ആകെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം വല്ല ഭഗവാൻ പറഞ്ഞ പോലെ ഒരു ഭിക്ഷാടന കൂട്ടരിൽ നിന്ന് ഒരാളെ എടുത്ത് അങ്ങോട്ട് പറയിപ്പിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? അതിനകത്ത് ഭഗവാൻ പറഞ്ഞ പോലെ പരസ്പരം പറഞ്ഞ് നമ്മളും മറ്റുള്ളവർക്കും കൂടെ ഈ ഒരു നോളജ് സ്പ്രെഡ് ആക്കുകയും നമ്മളും സ്വയം പരിവർത്തനം ആകുകയും ചെയ്യുക.